മക്കളെ, നമ്മുടെ സെൽ ആൻഡ് ടിഷ്യൂസിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിൽ നിന്നും വരുന്ന കോൺസെപ്റ്റ് ആണ് ഈ ഒരു ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിഡുകൾ എന്ന് പറയുന്നത്. ചോദ്യം നോക്കാം. ഒരു അസേർഷൻ റീസൺ പ്രസ്താവന വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രോമോപ്ലാസ്റ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രീൻ കളേർഡ് ലീവ്സ്. അല്ലെ, പച്ച നിറത്തിന് കാരണം ക്രോമോപ്ലാസ്റ്റ് ആണ് എന്നാണ് അസേർഷൻ പറയുന്നത്. റീസൺ ക്രോമോപ്ലാസ്റ്റ് കണ്ടെയ്ൻ പിഗ്മെന്റ്സ് ദാറ്റ് ഗിവ് റെഡ്, ഓറഞ്ച് ആൻഡ് യെല്ലോ കളേഴ്സ് ടു ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. പഴങ്ങൾക്കും അതുപോലെ തന്നെ പൂക്കൾക്കൊക്കെ എന്താണ് നല്ല രീതിയിൽ ചുവപ്പ് ഓറഞ്ച് നിറങ്ങൾ കൊടുക്കുന്നത് ക്രോമോപ്ലാസ്റ്റ് ആണ് അല്ലെങ്കിൽ വർണ്ണഗണമാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ ആൻഡ് ആർ ആർ ട്രൂ. എ ശരിയാണ്, ആറ് ശരിയായി വിശദീകരിക്കുന്നില്ല. എ ശരിയാണ് പക്ഷെ ആറ് തെറ്റാണ്. എ തെറ്റാണ് പക്ഷെ ആറ് ശരിയാണ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? വർണ്ണകണമാണ് അല്ലെ. ഈ ചുവപ്പ് ഓറഞ്ച് പച്ച നിറങ്ങൾ കൊടുക്കുന്നതാണ് ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണകണം. അതേസമയം ക്ലോറോപ്ലാസ്റ്റ് ഹരിതകണങ്ങളാണ് ഇലകൾക്കും തണ്ടുകൾക്കും പച്ച നിറം കൊടുക്കുന്നത്. ഗ്രീൻ പ്ലാസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഹരിതകണങ്ങളാണ്. ഇനി ശ്വേതകണങ്ങൾ ല്യൂക്കോപ്ലാസ്റ്റ് എന്നറിയപ്പെടുന്നതോ വിത്തുകൾ, വേരുകൾ, തണ്ടുകൾ എന്നിവയിൽ വെളുത്തത് അല്ലെങ്കിൽ ഫുഡ് സ്റ്റോറേജിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ല്യൂക്കോപ്ലാസ്റ്റ്. അപ്പൊ ഇവിടെ ഏതാ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ഏതാണ്? നമുക്കറിയാം എ ഫോൾസ് ആണ്, ആർ ഈസ് ട്രൂ അല്ലെ. എ എന്ന് പറയുന്നത് തെറ്റാണ്, ആറാണ് ശരി. കാരണം ക്രോമോപ്ലാസ്റ്റ് അല്ല ഗ്രീൻ കളർ ആയിട്ട് കൊടുക്കുന്നത്. അപ്പം ഈ പറയുന്ന ഗ്രീൻ കളർ പ്ലാസ്റ്റഡ് എന്ന് പറയുന്നത് ആരാണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. ബൈ.